ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവർത്തന പുസ്തകം 27 പ്രതിപാദിച്ചിരിക്കുന്നത് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനവും ദൈവത്തിൻ്റെ നിയമം അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, കല്ലുകളിൽ നിയമം എഴുതുക. നിങ്ങൾ യോർദാൻ കടന്നു ചെന്നാൽ വലിയ കല്ലുകൾ നിർത്തി അതിന്മേൽ ഈ നിയമത്തിൻ്റെ വചനങ്ങൾ എഴുതുക. ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് എഴുതണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയും എടുക്കുമ്പോൾ അതൊക്കെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മുടെ വീടും കുടുംബവും ഈ വചനത്തിൽ തന്നെ ഉറച്ച അടിത്തറയിലായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിത്തറയിൽ ഉറച്ചതായിരിക്കണം നമ്മുടെ കുടുംബവും സമൂഹ ജീവിതവും. വചനം വായിക്കുന്നത് മാത്രം പോരാ, അത് ഹൃദയത്തിൽ എഴുതുകയും ചെയ്യണം. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, നീ ഏബാൻ മലയിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുക, അതിന്മേൽ സമാധാനയാഗം അർപ്പിച്ച് സന്തോഷിക്കുക. യാഗപീഠം അത് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളമാണ്. ഇന്ന് നമ്മുടെ ഹൃദയമാണ് ആ യാഗപീഠം. ദൈവത്തോടുള്ള പ്രാർത്ഥന, നന്ദി, സമർപ്പണം ഇതെല്ലാം നമ്മൾക്ക് ദൈവത്തിനോടുള്ള യാഗമാക്കി മാറ്റണം. ദൈവത്തോടുള്ള യഥാർത്ഥ ആരാധന ഹൃദയത്തിൽ നിന്ന് വേണം വരുവാൻ വേണ്ടി. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, മോശ ആ ദിവസം കൽപ്പിച്ചു, ഗെരിസീം മലയിൽ നിന്ന് അനുഗ്രഹം പറയുവാൻ ഇവർ നിൽക്കും, ഏബാൻ മലയിൽ നിന്ന് ശാപം പറയുവാൻ അവരിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനത്തെ അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, വചനത്തെ അവഗണിക്കുന്നവർക്ക് ശാപം നേരിടും എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ ദൈവാനുസരണത്തിലാണോ അനുസരണക്കേടിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുസരണം അനുഗ്രഹത്തിലേക്കുള്ള ഒരു പടിയാണ്. 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യർ മുഴുവൻ ശബ്ദമുയർത്തി എല്ലാ ഇസ്രായേലോടും പറയേണ്ടത് ഇങ്ങനെ, ശപിക്കപ്പെടട്ടെ ദൈവവചനങ്ങൾ പാലിക്കാതെ ഇരിക്കുന്നവൻ, ശപിക്കപ്പെടട്ടെ എന്നുള്ള വാക്യങ്ങളാണ് 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ദൈവം വ്യക്തമായി പറയുന്നു, വചനം കേട്ട് അനുസരിക്കാത്തവൻ ശപിക്കപ്പെടുമെന്ന്. അനുസരണം ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ നീതിയോടും സത്യത്തോടും ജീവിക്കുന്നവർ ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും അനുഭവിക്കും. വചനത്തെ അനുസരിക്കാതെ നമുക്ക് വിശ്വാസം പൂർത്തിയാക്കുവാനാവില്ല. 26-ാം വാക്യം പറയുന്നു, ദൈവ നിയമത്തിലെ വചനങ്ങൾ പാലിക്കാത്തവൻ ശപിക്കപ്പെടട്ടെ എന്ന്. ദൈവം നമുക്ക് ഇവിടെ വ്യക്തമായ പാത കാണിച്ചു തരികയാണ്. അനുസരണം അനുഗ്രഹത്തിൻ്റെ പാതയും അനുസരണക്കേട് നാശത്തിൻ്റെ പാതയും ആണെന്ന്. നമ്മുടെ നിത്യവുമുള്ള വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ദൈവവചനത്തിൻ്റെ പ്രകാരം ആയിരിക്കട്ടെ. ദൈവവചനം പാലിക്കുക, അതാണ് അനുഗ്രഹത്തിൻ്റെ രഹസ്യം. ആവർത്തന പുസ്തകം 27 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവവചന ഹൃദയത്തിൽ എഴുതുക, അനുസരണത്തിൽ ജീവിക്കുക, അങ്ങനെ നിത്യ അനുഗ്രഹത്തിൽ നടക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.